പുതിയ ആൻഡ്രോയിഡ് വേർഷൻ ഇറങ്ങാൻ പോവാണ് ആൻഡ്രോയിഡ് 15. അപ്പോൾ ആൻഡ്രോയിഡ് 14ൽ നിന്ന് എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സ് ആണ് ആൻഡ്രോയിഡ് 15ൽ കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു സാധനം എടുക്കാണ്ട്. കൊക്കോകോള സീറോ ഷുഗർ. ആൻഡ്രോയിഡ് 15ൻ്റെ അകത്ത് ഏറ്റവും മേജറായിട്ട് വരാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? സാറ്റലൈറ്റ് കണക്ടിവിറ്റി. സാറ്റലൈറ്റ് കണക്ടിവിറ്റി ആക്ച്വലി നമ്മുടെ ഐഫോണിൻ്റെ അകത്ത് US-ലും, അതായത് ഔട്ട്സൈഡ് ഇന്ത്യ കുറേ രാജ്യങ്ങളിലൊക്കെ ഈ സാറ്റലൈറ്റ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞ പരിപാടി വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ആരെങ്കിലും ഒക്കെ വിളിക്കണം. ഇപ്പം 108 വിളിക്കണം, അവിടെ 108 അല്ല 911 വിളിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹെൽപ്പ് തേടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇന്റർനെറ്റ് കണക്ഷനോ വൈഫൈ കണക്ഷനോ ഇല്ലാതെ തന്നെ സാറ്റലൈറ്റിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് വിളിക്കാൻ പറ്റും. ഇതേ പരിപാടി തന്നെയാണ് ആൻഡ്രോയിഡ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ സാറ്റലൈറ്റ് കണക്ടിവിറ്റി ഇന്ത്യയിൽ ഉണ്ടാവുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ സ്ക്രീൻഷോട്ട് കണ്ടല്ലോ, ഇതേപോലെ ആയിരിക്കും വരുന്നത്. ഓട്ടോ കണക്ട് ടു സാറ്റലൈറ്റ് നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ മെസ്സേജസ് അയക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കോളുകൾ ചെയ്യാനും ഒക്കെ സാറ്റലൈറ്റിന് സഹായം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് സാരം. പറയപ്പെടുന്നത് വെച്ചിട്ട് ആൻഡ്രോയിഡ് 15 ഇറങ്ങുന്ന സമയത്ത് ഈ ഫീച്ചർ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ അത് OS ലെവലിലേക്ക് എത്തും എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എത്തിക്കഴിഞ്ഞാൽ ഈവൻ ബഡ്ജറ്റ് ഫോണിൽ വരെ ഈ ഫീച്ചർ ഉണ്ടാവും. രണ്ടാമത്തെ വരാൻ പോകുന്ന മേജർ അപ്ഡേറ്റ് അല്ലെങ്കിൽ മേജർ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോൺ ഓഫ്ലൈൻ ആണെങ്കിലും, അതായത് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഫോണിനെ ഫൈൻഡ് മൈ ഡിവൈസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനായിട്ട് ബ്ലൂടൂത്ത് ആണ് ആക്ച്വലി ഉപയോഗിക്കുന്നത്. അതായത് ഇതെങ്ങനെ വർക്ക് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോൺ ഓഫ്ലൈനായിട്ട് എവിടെയെങ്കിലും ഇരിക്കുകയാണ്, അതിൻ്റെ ചുറ്റുപാടും ഒക്കെ കുറേ ഫോണുകൾ കാണൂലേ, അതിൻ്റെ എല്ലാം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി യൂസ് ചെയ്തിട്ട് ആണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. നോർമലി ഈ ഒരു പരിപാടി നടക്കാനായിട്ട് നമ്മുടെ ഫോൺ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. എന്നാൽ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ ഇന്റർനെറ്റ് ഓൺ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫോണിനെ ഫൈൻഡ് മൈ ഡിവൈസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. രണ്ടാമത്തത് വേറൊരു ഫീച്ചർ ഇതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് വരുന്നത്, ഫോൺ ഓഫ് ആണെങ്കിലും അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഐഫോണിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ഐഫോൺ ഓഫ് ആണെങ്കിലും ഐഫോൺ ഈസ് ഫൈൻഡബിൾ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും അല്ലേ. അതേ സംഭവം തന്നെ ആൻഡ്രോയിഡിലോട്ട് കൊണ്ടുവരുന്നതേ ഉള്ളൂ. എന്നാൽ ഈ പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പഴയ ഫോണുകളിൽ ഒരു അപ്ഡേറ്റ് ആയിട്ടായിരിക്കില്ല വരുന്നത്. മേ ബി പിക്സലിൻ്റെ ഫോണിലായിരിക്കും ആദ്യം വരുന്നത്, അതിനുശേഷം ഇറങ്ങുന്ന സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെ കാണും. ഈ ഒരു ഫീച്ചർ ആക്ച്വലി അപ്ഡേറ്റ് പോലെ എല്ലാ ഫോണുകൾക്കും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു പുതിയൊരു ഡിവൈസ് വേരിയൻ്റ് ആയിട്ടേ വരുള്ളൂ. കാരണം ഇതൊരു ഹാർഡ്വെയർ വേണ്ട ഒരു ഫീച്ചറാണല്ലോ. കാരണം ഫോൺ ഓഫ് ആണെങ്കിലും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബ്ലൂടൂത്ത് റിസീവറും അല്ലെങ്കിൽ ബ്ലൂടൂത്ത് മോഡം ഒക്കെ അതിനകത്ത് വേണ്ടി വരും. അപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഉള്ള സാധനം. എനിക്ക് തോന്നുന്നു മേ ബി പിക്സൽ ഡിവൈസസിൽ ആദ്യം വന്നേക്കാം, എന്നിട്ട് സാംസങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകളിലൊക്കെ ഒരു ഫീച്ചറായിട്ട് വരുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എല്ലാ ഫോണിലും വരുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ഒബ്വിയസ്ലി ഇതൊരു പുതിയ ഇന്നോവേഷൻ ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ ആ സാധനങ്ങൾക്കൊക്കെ നല്ല വിലയുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫോണിൻ്റെ വില മാറാനും ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ പുതിയ ഫീച്ചർ എന്ന് പറയുന്നത് ബാറ്ററി ഹെൽത്ത്. അതായത് ഈ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഐഫോണിൻ്റെ അകത്തുള്ള പരിപാടി അറിയാമല്ലോ നിങ്ങൾക്ക്. ഐഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഐഫോൺ വാങ്ങിച്ച് കഴിയുന്ന സമയത്ത് അതൊരു 100% ആയിരിക്കും. ഒരു വർഷമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു 70% ഒക്കെ ആവും. ഒരു 75%, 70%-ലൊക്കെ അതിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യണമെന്നാണ് ആപ്പിൾ പറയുന്നത്. അതേപോലെ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ അകത്തുള്ള ബാറ്ററിയുടെ ഹെൽത്ത് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫോൺ ഒരുപാട് ഡാമേജിലേക്കൊന്നും പോവാതെ പ്രോപ്പർ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ബാറ്ററി റീപ്ലേസ് ചെയ്യാം. ഇതാണ് പരിപാടി. ഒരു കാര്യം ഞാൻ പറയട്ടെ, ആൻഡ്രോയിഡ് ആപ്പിളിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കൊണ്ടുവന്നോ, അല്ലെങ്കിൽ ആപ്പിൾ കുറേ കാലങ്ങളായിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് അതിനകത്തുണ്ടോ, അതെല്ലാം ആൻഡ്രോയിഡിലേക്കും കൂടി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പം ശ്രദ്ധിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഭയങ്കര സംഭവമായിട്ട് ആൻഡ്രോയിഡിന് മാത്രം യുണീക്കായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. നാലാമത്തെ പുതിയ ഫീച്ചർ എഗെയിൻ ആപ്പ് ആർക്കൈവിംഗ്. ആപ്പ് ആർക്കൈവിംഗ് ആണ് ഐഫോണിൻ്റെ അകത്ത് ആപ്പ് ഓഫ്ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി. അതായത് നമ്മൾ ഉപയോഗിക്കാത്ത ആപ്പുകളൊക്കെ നമുക്ക് ഓഫ്ലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. അത് ആ ഫോണിൻ്റെ അകത്ത് കാണും, സ്റ്റിൽ ഡേറ്റ എല്ലാം കാണും, എന്നാൽ ആ ഫോണിൻ്റെ അകത്ത് ആപ്പ് കാണില്ല. ആപ്പിൻ്റെ ഡേറ്റയൊക്കെ കാണും. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദിവസം ആപ്പ് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, നമ്മുടെ ആ ഡേറ്റയൊക്കെ തിരിച്ച് കിട്ടും. അതേപോലെ തന്നെയാണ് ആൻഡ്രോയിഡിനകത്ത് ആപ്പ് ആർക്കൈവിംഗ് വരുന്നത്. നിങ്ങൾക്ക് ഉപയോഗമില്ലാത്ത ആപ്പ് അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ ഉപയോഗം വന്നേക്കാം, ഇപ്പോൾ എന്തായാലും തൽക്കാലം ഉപയോഗം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ആപ്പ് ആർക്കൈവ് ചെയ്ത് വെക്കാം. നിങ്ങളുടെ ഡേറ്റയൊക്കെ അതിനകത്ത് സേഫ് ആയിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഉപയോഗം വരുന്ന സമയത്ത് അതിനെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റയും കൂടി ചേർത്ത് ഉപയോഗിക്കാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ നോട്ടിഫിക്കേഷൻ കൂൾ ഡൗൺ. ഇത് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ആവശ്യമുള്ളൊരു സാധനമാണ്. അതായത് ഫോർ എക്സാമ്പിൾ, വാട്സാപ്പിൽ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കുണു എന്നൊരു സൗണ്ട് കേൾക്കും. എന്നാൽ ഒരു 10 ഫോട്ടോ ഒരുമിച്ച് ഒരാൾ അയച്ചു കഴിഞ്ഞാൽ കുണു 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 എന്ന് പറഞ്ഞിട്ട് അടിക്കും. ഈ കുണു 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 എന്ന് അടിക്കൂല, നിങ്ങൾക്ക് ഒരു കുണുവേ അടിക്കുകയുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നോട്ടിഫിക്കേഷൻ കൂൾ ഡൗൺ എന്ന ഫീച്ചർ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് അതിനെ കൂളാക്കി വെക്കും. ഒറ്റ നോട്ടിഫിക്കേഷനെ കേൾക്കുള്ളൂ. അടുത്തത് ഹൈ ക്വാളിറ്റി വെബ് ക്യാം. നമുക്കറിയാം നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിനെ ഒരു കമ്പ്യൂട്ടറിൻ്റെ വെബ് ക്യാം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് വെച്ചിട്ട്. അത് നമുക്ക് ഗൂഗിളിൻ്റെ തന്നെ ഒറിജിനൽ സോഫ്റ്റ്വെയർസ് വെച്ചിട്ട് നമുക്ക് കിട്ടും.
അതാണ് എൻ്റെ പരിപാടി. ആൻഡ് ഈ ഫീച്ചർ കുറച്ച് നാൾ മുന്നേ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്വാളിറ്റി ഒന്നും പോരായിരുന്നു. ഇപ്രാവശ്യം അവർ ക്വാളിറ്റിയൊക്കെ കൂട്ടി നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ച്വലി ഈ ഫീച്ചറും നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ അകത്ത് ഐഫോണിൻ്റെ അകത്തുണ്ട് കേട്ടോ. നിങ്ങൾ ഫേസ് ടൈം ഒക്കെ ഉപയോഗിക്കുന്ന സമയത്തും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ഇപ്പം മാക്ബുക്ക് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മാക്ബുക്കിൻ്റെ ക്യാമറ ഉപയോഗിക്കേണ്ട എൻ്റെ ഐഫോണിൻ്റെ ക്യാമറ വെബ് ക്യാം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറേ കിടിപിടി പരിപാടികളുണ്ട്. അത് തന്നെയാണ് ഇത്. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ സ്ക്രീൻ ഷെയറിങ്. ഇത് വേണമെങ്കിൽ ഉപയോഗമുള്ളതെന്ന് പറയാം. അതായത് നിങ്ങളിപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്ത് ആരെങ്കിലുമൊക്കെ നമ്മുടെ ഫോൺ കാണിക്കുന്ന സമയത്ത് അതിനകത്ത് ഏത് ആപ്പ് ഓപ്പൺ ആക്കിയാലും ഏതൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലും അത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതിന് പകരം സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് ആ സ്പെസിഫിക് ആയിട്ടുള്ള ആപ്പിൻ്റെ സ്ക്രീന് മാത്രമേ കാണിക്കുള്ളൂ, ബാക്കിയൊന്നും കാണിക്കില്ല. അപ്പോൾ അറിയാണ്ട് വാട്സപ്പിൽ പോയി നിങ്ങളുടെ കുറേ മെസ്സേജുകളൊന്നും ആരെയും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചുകൂടി സേഫ് ആയിരിക്കും. അപ്പോൾ മീറ്റിംഗ് കൂടുന്നവർക്ക് നല്ലൊരു പരിപാടി. ഞാൻ ഈ കൊക്കക്കോള ഇവിടെ വെച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവണ്ട, മാറ്റി വയ്ക്കാം. ഓക്കെ, അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ എഡ്ജ് ടു എഡ്ജ് ആപ്പ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ ചില ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിനനുസരിച്ച് അത് വളരൂല. അതായത് ഇപ്പം നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ 7 ഇഞ്ച് ഉണ്ടെങ്കിൽ ആ ഒരു ആപ്പ് 5 ഇഞ്ചിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. ആ പരിപാടികളൊക്കെ മാറ്റി നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീനിൻ്റെ സൈസിനനുസരിച്ച് അതിങ്ങനെ സ്ട്രെച്ച് ചെയ്തോ അല്ലെങ്കിൽ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഇത്. എല്ലാവർക്കും ഉപയോഗം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് എല്ലാ ആപ്പും ഉപയോഗിക്കാനായിട്ട് കുറച്ച് രസമാണ്. പിന്നെ വരുന്നത് പ്രൈവറ്റ് സ്പേസ്. പ്രൈവറ്റ് സ്പേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സാംസങ് യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സെക്യൂർ ഫോൾഡർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സെക്യൂർ ഫോൾഡർ തന്നെയാണ് പ്രൈവറ്റ് സ്പേസ്. നിങ്ങൾക്ക് വേണ്ടി പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും നിങ്ങളുടെ മെസ്സേജസും നിങ്ങളുടെ ടെക്സ്റ്റ് മെസ്സേജസും നിങ്ങളുടെ കോൾ ലോഗ്സും എല്ലാം ആഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാവും. ആ പ്രൈവറ്റ് സ്പേസിൽ നിങ്ങളുടെ ഇതേപോലെയുള്ള ഹൈഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സും ഹൈഡ് ചെയ്യേണ്ട ഡേറ്റ മൊത്തം അവിടെ ഹൈഡ് ചെയ്ത് വെക്കാം. ഫൈനലായിട്ട് വരുന്ന ഫീച്ചേഴ്സ് സെൻസിറ്റീവ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ സെൻസിറ്റീവ് നോട്ടിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ OTPs വരുന്ന സമയത്ത് പല ഫോണുകളും ആ OTP റീഡ് ചെയ്യാറുണ്ട്. എന്നാൽ ആ OTP റീഡ് ചെയ്യാതെ സേഫ് ആയിട്ട് വെക്കുന്നു എന്നാണ് ഗൂഗിൾ പറയുന്നത്. ഓക്കെ, കാര്യം നമുക്ക് കുറേ ഫീച്ചേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ ആപ്പ് സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നിങ്ങൾ കാണാത്തവരാണ്, പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പ് സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാറുണ്ട്. അതിനകത്ത് ഓരോ മാസവും ബെസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും കിടിലമായിട്ടുള്ള 10 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ ആപ്പ് സീരീസിൻ്റെ അകത്തൊക്കെ ഞാൻ ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്ന പല ആപ്പുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് 15 ഭയങ്കര പുതുതായിട്ട് വരുന്നത് നമ്മുടെ ആ സാറ്റലൈറ്റും അതുപോലെ തന്നെ ഫൈൻഡ് മൈ ഫോണും ഒക്കെയാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കിയെല്ലാം നമുക്ക് ഓരോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ പറയുന്നതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുവരുന്നതായിരിക്കും. ബൈ, നന്ദി.